ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ക്യാരറ്റും ഈന്തപ്പഴവും കിസ്മിസും കൊണ്ടുണ്ടാക്കിയ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ തീയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണം കേട്ടോ, അല്ലെ പെട്ടെന്ന് ഇതങ്ങോട്ട് കരിഞ്ഞു പോകും. ഈ പാകാകുമ്പോഴത്തേന് അതൊന്ന് പതഞ്ഞു വരുമ്പോഴത്തേന് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കണം. തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിക്കണം. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ദേഹത്തോട്ട് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഈ തിളച്ച വെള്ളം ഒഴിക്കാനായിട്ട്. 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നല്ല മധുരം വേണമെങ്കിൽ 1 കപ്പ് വരെ എടുക്കാം. ഞാൻ പഞ്ചസാര ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു പീസ് കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ജാതിക്കയുടെ കുരുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ഏലക്ക കൂടി ചേർക്കാം. ഈ പഞ്ചസാരയിലിട്ട് പൊടിക്കുമ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അത് ഇതുപോലെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. തരി ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം. ഇനി 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നല്ലതുപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇത്ര മതി. ഇനി നമുക്കിതിലേക്ക് ആ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർക്കാം. വീണ്ടും അത് നല്ലതുപോലെ ബീറ്റ് ചെയ്യും. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഈ പാകാകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്യണം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ ബീറ്റ് ചെയ്തിരിക്കുന്ന ബാറ്ററിലേക്ക് ഈ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. ഒന്ന് ബീറ്റ് ചെയ്യുക. എല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ്. ഇനി 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കൊരു അരിപ്പയിൽ കൂടി അരിച്ച് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ചേർക്കാം. മുട്ടയും കാരാമൽ സിറപ്പുമൊക്കെ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാവുള്ളൂ. ചെറുതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി കാരാമൽ സിറപ്പ് കൂടി ചേർക്കാം. ആ ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരുപാട് നേരം വേണ്ട, അതെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം. 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. കുരുവെല്ലാം കളഞ്ഞ് ചെറുതായിട്ടരിഞ്ഞ 1 കപ്പ് ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. അരിഞ്ഞതിന് ശേഷമാണ് 1 കപ്പ്. പിന്നെ ഒരു 3/4 കപ്പ് കിസ്മിസ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചേർക്കാം നമുക്ക്. എൻ്റെ കയ്യിൽ ഇത്രയും ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ക്യാരറ്റും ഡേറ്റ്സും കിസ്മിസോടെ ഒന്ന് മിക്സ് ചെയ്യണം.
ഒരു 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ഇട്ടിട്ടാണ് ഞാനത് മിക്സ് ചെയ്യുന്നത്. ഞാനൊരു ഓറഞ്ചിൻ്റെ നീര് കൂടി ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, എനിക്കതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് വരുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഓറഞ്ച് നീരൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരുപാട് നേരമൊന്നും ഇളക്കണ്ട, ഇത്രയും മതി. ഇനി അതിലേക്ക് നമ്മൾക്ക് മൈദ ഇട്ട് വെച്ചിരിക്കുന്ന ക്യാരറ്റും കിസ്മിസും ഡേറ്റ്സും ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്തൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. $180°C പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് ഈ ബേക്കിംഗ് ടിൻ വെച്ച് കൊടുക്കാം. ഞാനിത് 160°-ൽ 55 മിനിറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കേക്കൊക്കെ ബേക്കായി കഴിഞ്ഞു. ഉണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.